ഹായ് കൂട്ടുകാരെ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം പതിവ് പോലെ അമ്മ വന്നു ചായ കുടിക്കാൻ പോവുകയാണ്. ഇന്ന് കുറച്ചധികം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതിൽ പുതുതായിട്ട് കൊണ്ടുവന്ന സ്വത്തുവിന് കൊടുത്ത സ്നാക്കാണ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ എന്തോ ഒരു ചോക്ലേറ്റ് ടൈപ്പ് സാധനമാണ്. സ്വത്തുവിന് പക്ഷേ അത് ഇഷ്ടമായില്ല കേട്ടോ. ഒരെണ്ണം എങ്ങാണ്ട് കഴിച്ചുള്ളൂ. ബാക്കി ഞാനും എണ്ണം കൂടി കഴിക്കുകയും ചെയ്തത്. അതിൽ അവൾക്ക് പുള്ളിക്കാരത്തേക്ക് അത്ര മധുരമുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അവൾ കുറച്ച് പുളിയും കുറച്ച് എരിവും ഒക്കെയാണെങ്കിൽ അവൾ പിന്നെയും കഴിക്കും. നല്ല കടും മധുരമുള്ള സാധനങ്ങൾ വലിയ ഇഷ്ടമല്ല, എന്നാലും അവൾ കഴിക്കും. മിഠായിയൊക്കെ കഴിക്കാറുണ്ട്, പക്ഷേ ഇത് അവൾക്ക് ഇഷ്ടമായില്ല. അവൾക്ക് ഈ സാധനം ഇഷ്ടമായി, ചക്രം. അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതിങ്ങനെ കുറച്ച് കഴിച്ചു. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുകയാണ്. ഞാൻ പൊതുവേ ഇപ്പോൾ ചായയൊക്കെ ഒഴിവാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാറില്ല. ആ സമയത്ത് ഞാൻ സ്നാക്കായിട്ട് എടുക്കുന്നത് ചെറിയ ഒരു സാലഡാണ് കേട്ടോ. ഞങ്ങൾക്കപ്പോൾ ജൂൺ 1 മുതൽ ഞാൻ ഡയറ്റ് തുടങ്ങിയിരിക്കുകയാണ്. 30 ദിവസത്തെ ഒരു ചലഞ്ചാണ്. നമ്മൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ചലഞ്ചാണ്. അപ്പോൾ ആരാദ്യം വിന്നറാവുമെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ ഫുഡൊക്കെ ഇപ്പോൾ ഭയങ്കര കൺട്രോളിലാണ്. പക്ഷെ എന്നാലും എൻ്റെ കൺട്രോളൊക്കെ വിട്ട് പോവും ഇടയ്ക്ക്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. പിന്നെ സ്വത്തു കുറച്ച് നേരം ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കളിക്കും. അവൾക്ക് ചെറിയ സ്ലേറ്റ് പോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വരയ്ക്കും. അങ്ങനെ കുറച്ചൊക്കെ സമയം അവളുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ ചക്കയില്ല. അപ്പോൾ മേമ തന്നൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നമ്മൾ കറി വെച്ചിരുന്നു, കുറച്ച് പഴുക്കാൻ വെച്ചിരുന്നു. അപ്പോൾ പഴുത്തത് കുറച്ച് ചീത്തയായി പോയിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങളത് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴുപ്പിക്കാൻ വെച്ചാണ്. പക്ഷേ ചക്ക ഞങ്ങളെ പറ്റിച്ചു. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ മധുരച്ചക്ക കേട്ടോ ഞങ്ങൾക്കിവിടെ വീട്ടിൽ ചക്കയും മാങ്ങയും തേങ്ങയൊന്നും ഇല്ലാത്ത കാരണം ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കനിഞ്ഞാലാണ് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനത്തിനോട് നമുക്ക് ഭയങ്കര ആർത്തിയാണല്ലോ. അതുപോലെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്, ചക്കയും മാങ്ങയൊക്കെ. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്യണേന്ന് നോക്കിയിട്ട്. അവൾക്കും പഴുത്ത ചക്ക ഇഷ്ടമായിട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. അധികം പഴുത്ത് പ്ലീന്നായിട്ടില്ല. ഒരു സാധാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പഴുപ്പായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇരുന്ന് കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് ചക്കയുടെ പരിവം. നല്ല കുരുവൊക്കെയാണ്, നല്ല മൂത്ത ചക്കയാണ്. സ്വത്തുവിന് കൊടുക്കുവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് സ്വത്ത് പഴുത്ത ചക്ക കഴിക്കുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവളുടെ കയ്യിലുണ്ടായ പാപ്പം കളഞ്ഞിട്ട് അവൾ ഈ ചക്ക പിടിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് ചക്ക വേണം ഇത് വേണം ആ കൺഫ്യൂഷന്. പിന്നെ അവൾ ചക്കയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ. അവൾ ഭയങ്കര എന്താ പറയുക, ഞങ്ങളുടെ ഒരു സമയം പോക്ക് തന്നെ അവളാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ മോളെന്ന് പറയാം. അവളുടെ കളിയും ചിരിയൊക്കെ ഈ സമയത്ത് ഓരോ സമയവും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വലുതാവുകയാണെന്ന് നോക്കുമ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, എത്ര പെട്ടെന്ന് ഈ കുഞ്ഞിങ്ങനെ വലുതായി വരണേ അല്ലേ. അവളിപ്പോൾ നമ്മൾ പറയണൊക്കെ പറയാൻ തുടങ്ങി, നമ്മൾ ക്യാച്ച് ചെയ്യണൊക്കെ അവൾ സംസാരിക്കാൻ തുടങ്ങി. നമ്മളോട് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ നോ എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ റെക്കോർഡ് കൊടുക്കണതിന് നിനക്ക് കേൾക്കാൻ പറ്റാത്തതാണ്. കാരണം ഇതിൽ അവൾ പറയുന്നതല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതും അനാവശ്യം എന്തെങ്കിലും ടോക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുമല്ലോ. വേറെ അനാവശ്യം ചീത്ത വാക്കുകളൊന്നുമല്ല. നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡാന്ന് ഓണാന്ന് വിചാരിക്കാൻ നമ്മളിങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതും വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വിടേണ്ടത്, അല്ലാതെ വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ഉണ്ണിയുടെ ഇങ്ങനെ വോയിസ് ലൈവായിട്ട് വിടാവേ. അപ്പോൾ ഇത് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക കേട്ടോ. ഇതാണ് ഈ സംഭവം. മധുരം പോലെ ഉണ്ട്, അന്ന് പുളിയുണ്ട്. നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അമ്മ ലാസ്റ്റ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ കുരു മാത്രം എടുക്കുക കേട്ടോ ചെയ്തത്. കുരു നമുക്ക് ആകെ തെറ്റി. കുരു നമുക്ക് കറി വെക്കി എടുക്കാമല്ലോ അല്ലേ. അവിടെ ചക്കക്കുരു കറിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങാക്കോല്, ചെമ്മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കറി വയ്ക്കുക. നല്ല ടേസ്റ്റാണ്. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനത്തെ കറികളൊന്നും കൂട്ടല്ല. അമ്മമ്മയുടെ വീട്ടിൽ ഇതൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുമായിരുന്നു. ചക്കക്കുരു സീസൺ ചക്കയുടെ സീസൺ വന്ന ചക്കക്കുരു കൊണ്ട് കറി, മെഴുക്ക് വെട്ടി, ഉപ്പേരി, അങ്ങനെ വറുത്തൊക്കെ തിന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ
ആ ചക്കയും ഈ ചക്കയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ആ ചക്ക ചെറിയ ചുളയാണ്, പിന്നെ മൂക്കാതെ തന്നെ ഒരു പഴുപ്പും പുളിയൊക്കെ വന്ന പോലെ. അപ്പോൾ അമ്മ അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ കുറഞ്ഞ പിന്നെയാണ് ഞങ്ങൾ ചക്ക പരിപാടിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത്. നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സേഫായിട്ടിരിക്കുകയല്ലേ? കുഞ്ഞുങ്ങളെയൊക്കെ നന്നായി സൂക്ഷിക്കണം. നല്ലൊരു ഇടിവെട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ പാലക്കാട് ജില്ലയിൽ 2-3 ദിവസമായിട്ട് നല്ല മഴ ഇടിവെട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണ കാരണം ഇവിടുത്തെ കാര്യം പറയണമെന്നുള്ളൂ കേട്ടോ. അമ്മതാ ഈ ചക്ക നമ്മളിപ്പോൾ എടുത്ത് കുഞ്ഞു ചക്കയുടെ ചുളമുണ്ടോ, കുഞ്ഞിത് ഒരു നൈസായത്, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അത് തന്നെ ആർക്കും വേണ്ടായിരുന്നു. സുത്തമാണെങ്കിൽ പുറത്തേക്ക് പോകണം, അകത്തേക്ക് വരണം, പുറത്തേക്ക് പോകണം, അകത്തേക്ക് വരണം. അങ്ങനെ ഇത് നമ്മൾ ചക്കക്കുരു എല്ലാം നമ്മൾ എടുത്ത് വയ്ക്കും കേട്ടോ. അമ്മ ചക്കക്കുരു ഒന്നും കളയില്ല. പിന്നെ അമ്മ വന്നപ്പോൾ ഉണ്ണിക്ക് ചെരുപ്പ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. അവൾക്ക് കുറച്ച് വലുതാണ്, പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ചെരുപ്പ് ഇട്ടിട്ട് ഭയങ്കര ഷോയായിരുന്നു. നല്ല രസമല്ലേ കുഞ്ഞു പിള്ളേർക്ക് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരതിട്ട് കളിക്കുന്നതും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുക, വാങ്ങിച്ചു കൊടുക്കുക, അവരുടെ ആ സമയത്ത് ഹാപ്പിനെസ് കാണാം. അവളാണെങ്കിൽ അതിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഞങ്ങളെല്ലാവരും കൊണ്ടൊന്ന് മാറി മാറി കാണിക്കുക, ചാടുക, ഓടുക, അങ്ങനെ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു മോളുടെ വക. അവൾക്ക് തരുമോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ നോ ഇല്ല എന്നിട്ട് അവളുടെ ഒരു മൂത്രഷെഡ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്കത് വേണ്ട, ചെരുപ്പ് മതി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വേറെ ചെരുപ്പ് എടുത്ത് തരാം കേട്ടോ. പുതിയ ചെരുപ്പ് ചോദിക്കുന്നവർ അവൾ വേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോവാട്ടോ. നല്ല രസമല്ലേ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീടുകൾ? പെട്ടെന്ന് സമയം പോകും നമുക്ക്. ഇവിടെയൊക്കെ വൈകുന്നേരം എങ്ങനെ എത്ര പെട്ടെന്ന് സമയമാണെന്ന് അറിയില്ല. അവൾ ഉറങ്ങുന്ന സമയം മാത്രം ഞങ്ങൾ മിസ്സാവുള്ളൂ അവളുടെ കളിയും ചിരിയൊക്കെ. അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വലുതാകുമ്പോൾ അവൾ നമ്മുടെ ഒപ്പത്തിന് സംസാരിക്കുക, നമ്മുടെ ഒപ്പത്തിന് കളിക്കുക, ചിരിക്കുക, അങ്ങനെ കേൾക്കുമ്പോൾ എന്തോ നല്ല രസമാണ്. അപ്പോൾ അവൾ അമ്മേനെ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത് ഇച്ചിരി വലുതാണ്, നമുക്കത് മാറി വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സമ്മതിക്കണില്ല കേട്ടോ. അവൾ തരില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെ ഇരിക്കുന്നു. അവൾ അയച്ചിട്ടേ ഇല്ല കേട്ടോ ചെരുപ്പ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചെരുപ്പ് അഴിച്ചത്. ആ കിട്ടിയൊരു പുതുമൂടി മാറിക്കഴിയുമ്പോൾ നമ്മളൊരു സാധനം എടുത്ത് വയ്ക്കില്ല, അതുപോലെ അവൾ കുറേ നേരം കളിച്ച് ഇട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് ചെരുപ്പ് ഊരി വെച്ചത്. അവൾ ഇങ്ങനെ കൈ കൂപ്പിയിട്ടൊക്കെ നോ എന്ന് പറയുന്നുണ്ടോ. അവൾക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്നെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മക്കളും അതുപോലെയല്ലേ. പിന്നെ നമ്മുടെ ഗ്യാസ് ഇന്ന് രാവിലെ പണി പറ്റിച്ചു. ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. നമ്മുടെ ഗ്യാസ് തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അടുപ്പ് തന്നെ ശരണം എന്ന് വിചാരിച്ചു. പിന്നെ റേഷനരി ചെയ്തുകൊണ്ട് 2 തള തിളപ്പിക്കുമ്പോഴത്തേക്ക് ആവും കേട്ടോ. അതാ പിന്നെ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ചോറിനുള്ള തീ പൂട്ടുകയാണ്. വിറകാണെങ്കിൽ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വിറകില്ലേ, അതൊരുവിധം പച്ച വിറകായിരുന്നു. അത് ഞാനിങ്ങനെ രാവിലെ അടുപ്പം വെച്ച് അത് ചൂടാക്കിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കത്തി. പിന്നെ നമ്മൾ കുറച്ച് വിറക് ഇവിടെ മുകളിലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പട്ടിയ കഷ്ണങ്ങൾ. അതൊക്കെ പുറത്തേക്ക് എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ച് ആണ് നമ്മളതിന് ചോറൊക്കെ വെച്ചത് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് വിറകിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉള്ള വിറകാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നനഞ്ഞ് പോയിണ്ടാവും. പിന്നെ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ, അതായത് എനിക്കുള്ള ഫുഡ് കഴിക്കാൻ ഞാൻ പോയിട്ടോ. ഞാനിപ്പോൾ ഡയറ്റ് ചെയ്ത് തന്നെ ഞാനിപ്പോൾ സ്മൂത്തിയാണ് രാത്രി എടുക്കുക. രാവിലെ സ്മൂത്തിയാണ് എടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു ഗ്രീൻ ടീ കുടിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതാണ് ഞാൻ എടുക്കുന്ന സ്മൂത്തി. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് വിശപ്പൊക്കെ അടങ്ങും. പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തി ഇങ്ങനെ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങണം, വർക്കൗട്ട് ചെയ്യണം, നന്നായി വെള്ളം കുടിക്കണം, നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കണം. ഇങ്ങനെയൊക്കെ ഒരു ബാലൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡയറ്റ് ഒരു വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നില്ല. ഇപ്പം ഞാനിങ്ങനെ ഉണ്ണിയുടെ പിന്നാലെ നടക്കുവാണല്ലോ, അവൾക്ക് ഫുഡ് കൊടുക്കും, അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക, കളിക്കുക എന്നൊക്കെ. ചിലപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു പോകും. ഈ സ്മൂത്തി കറക്റ്റ് ടൈമിന് എടുക്കില്ല. ഇപ്പോൾ 12 മണിക്കൊക്കെ രാത്രി ഉറങ്ങണം, അപ്പോൾ എൻ്റെ ഉറക്കം ശരിയാവില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എന്നാലും അതൊക്കെ ഞാൻ തരണം ചെയ്ത് എൻ്റെ 30 ദിവസത്തെ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.